നമസ്കാരം. ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ പ്രേക്ഷകർ എപ്പോഴും നമ്മളെക്കുറിച്ച് നല്ലത് പറയാറുള്ളത് വളരെ പ്രത്യേകതയുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ശരിയാണ്, എനിക്ക് അതിൽ അഭിമാനമുണ്ട്. അതിന് ഞാൻ എൻ്റെ ടീം അംഗങ്ങളോടും നിങ്ങളോടും കടപ്പെട്ടവനാണ്. കാരണം നിങ്ങളുടെ പ്രചോദനം വഴിയാണ് നമുക്ക് ഈ പുതിയ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് ഐഡിയ കിട്ടുന്നത് തന്നെ. അപ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങളുടെ ആ നീണ്ട പട്ടികയിൽ ഒരു പുതുമയുള്ള ഒരു വിഷയം കൂടി ഇവിടെ അവതരിപ്പിക്കുന്നു. അതായത് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചു കാണും. നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ളൊരു പ്രശ്നവും കൂടിയാണിത്. അതിനാൽ സ്ത്രീകളെ ഇത് ബാധിക്കുമ്പോൾ പ്രശ്നം വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടാറ്. എന്താണ് സംഭവം? അതായത് മുടി കൊഴിച്ചിൽ അഥവാ കഷണ്ടി കയറുന്നത് അതൊരു വലിയ പ്രശ്നമാണ് പ്രമേഹ രോഗികൾ. ഇപ്പം നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും, കഷണ്ടിയും പ്രമേഹവും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചാണല്ലോ ഡോക്ടർ സംസാരിക്കുന്നത്. എല്ലാം വളരെ അടുത്ത ബന്ധമാണ്. ഇൻഫാക്റ്റ് കഷണ്ടിയുടെ പല പല വകഭേദങ്ങളുണ്ട്. അതിൽ 2 വകഭേദങ്ങളാണ് പ്രമേഹവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ വകഭേദങ്ങളുടെ പേരാണ് അലോപേസിയ ഏരിയേറ്റ, പിന്നെ അലോപേസിയ ആൻഡ്രോജനറ്റിക്ക. അലോപേസിയ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കഷണ്ടി. ആ കഷണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ ഇപ്പോൾ മുമ്പിൽ നിന്നുള്ള ഈ മുടി കൊഴിച്ചിൽ എല്ലാം സാധാരണ കാണുന്ന ടഫ്റ്റ്സ്, അതായത് മുടി കൂട്ടം കൂട്ടമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അലോപേസിയ ഏരിയേറ്റ കാണുന്നത്. അതായത് ഹെയർ ഫോളിക്കിൾസിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുമ്പോൾ, ഓട്ടോ ഇമ്മ്യൂൺ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഈ ഹെയർ ഫോളിക്കിൾസിൽ നിന്ന്, അതായത് രോമകൂപങ്ങളിൽ നിന്ന് രോമം കൊഴിഞ്ഞു പോവുകയും അതിൻ്റെ ഫലമായിട്ട് കഷണ്ടി കയറുന്ന അവസ്ഥയ്ക്കാണ് അലോപേസിയ ഏരിയേറ്റ എന്ന് പറയുന്നത്. പാച്ചി ബാൾനസ് എന്നാണ് ഇതിന് സാധാരണമായി അറിയപ്പെടുന്നത്. പാച്ചി, അതായത് പാച്ചസ് പോലെ ഓരോരോ കൂട്ടം കൂടിയിട്ടാണ് രോമം നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാണ്ട് പുരുഷന്മാരിൽ കാണുന്ന മെയിൽ പാറ്റേൺ ബാൾനസ് ഒരു മൂലയിൽ നിന്ന്, തലയുടെ സ്കാൽപ്പിൻ്റെ ഒരു അറ്റത്തുനിന്ന് തുടങ്ങി മുകളിലോട്ട് കയറിപ്പോവോ, അല്ലെങ്കിൽ ക്രൗണിൽ നിന്ന് തുടങ്ങി എല്ലാ സൈഡിലേക്ക് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തു പോകുന്നതോ രീതിയിൽ ആയിരിക്കും. എന്നാൽ ഏരിയേറ്റ അങ്ങനെയല്ല. ഏരിയേറ്റ പല സ്ഥലങ്ങളിലും തലയുടെ പല ലൊക്കേഷൻസിലും ടഫ്റ്റ്സ് ആയിട്ട് ഹെയർ ലോസ് വരുന്ന ഒരവസ്ഥയാണ് അലോപേസിയ ഏരിയേറ്റ. കാലക്രമേണ ഇത് പൂർണ്ണ കഷണ്ടിക്ക്, അതായത് മുടി പൂർണ്ണമായിട്ട് കൊഴിഞ്ഞു പോകുന്നതിലും കഷണ്ടിയിലും ഇത് കലാശിക്കും. ഇത് കാണപ്പെടുന്നത് ടിപ്പിക്കലി ടൈപ്പ് 1 ഡയബറ്റിക്സിലാണ്. ടൈപ്പ് 1 ഡയബറ്റിസ് അതിനാൽ അലോപേസിയ ഏരിയേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ടൈപ്പ് 1 ഡയബറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നുള്ളത് ഈ ചാനലിൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ശരീരത്തിൻ്റെ തന്നെ കോശങ്ങളുടെ നേരെ തിരിയുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം. അതായത് വെയിൽ തന്നെ വിള തിന്നുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി എന്തോ പ്രശ്നങ്ങൾ, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം രോമകൂപങ്ങളുടെ നേരെ, അതായത് ഹെയർ ഫോളിക്കിൾസിൻ്റെ നേരെ തിരിയുകയും ഈ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് രോമം കൊഴിഞ്ഞു പോകുന്നതായിട്ടും വരുന്നു. അപ്പോൾ അലോപേസിയ ഏരിയേറ്റ ഇത് ടൈപ്പ് 1 ഡയബറ്റിക്സിലാണ്. ഇനി ടൈപ്പ് 2 ഡയബറ്റിക്സിൽ കാണുന്ന ടൈപ്പ് ബാൾനസ്, അതായത് കഷണ്ടി, അലോപേസിയ ആൻഡ്രോജനറ്റിക്ക, അതായത് മെയിൽ പാറ്റേൺ ബാൾനസ് എന്നാണ് ഇതിനെ സർവ്വസാധാരണമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മെയിൽ പാറ്റേൺ ബാൾനസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതായത് ആൻഡ്രോജൻ എക്സസ് കാരണവും ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിൻ്റെ ഡിസ്ഫങ്ഷൻ കാരണവും ആണ് ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ആൻഡ്രോജൻ എക്സസും ഇതുണ്ടാക്കാം, ആൻഡ്രോജൻ ഡെഫിഷ്യൻസിയും ബാൾനസ് ഉണ്ടാക്കാം. ഓർമ്മയിരിക്കട്ടെ, ആൻഡ്രോജൻ എക്സസും ആൻഡ്രോജൻ ഡെഫിഷ്യൻസിയും ബാൾനസ് ഉണ്ടാക്കാം. കാരണം ഈസ്ട്രജൻ്റെ എഫക്റ്റാണ് യഥാർത്ഥത്തിൽ തലമുടി കൂടുതൽ വളർന്നു വരുന്നതിന് കാരണം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നീളം കൂടുതലുണ്ടാവുന്നത്. ഓർമ്മ വേണം. ടെസ്റ്റോസ്റ്റെറോണിൻ്റെ
എന്താ മുടി വളർത്തുന്ന രീതി, സ്റ്റൈല്, അതായത് മുടിയുടെ ഡിസ്ട്രിബ്യൂഷൻ, ഹെയർ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരിൽ മുഖത്ത് രോമം വരുന്നത്, സ്ത്രീകൾക്ക് മുഖത്ത് സാധാരണ രോമ വളർച്ച കാര്യമായിട്ട് വരാറില്ല. ഓർമ്മ വേണം. അപ്പോൾ തലമുടി, സ്കാൽപ്പ്, വി ആർ ടോക്കിംഗ് ഓൺലി അബൌട്ട് ദ സ്കാൽപ്പ് ഹിയർ. ഇതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും, ഓൺലി അബൌട്ട് ദ സ്കാൽപ്പ്. അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അലോപീസിയ ആൻഡ്രോജനറ്റിക്കയിൽ ദർ ഈസ് എ ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസി വിച്ച് ഈസ് ടു ബി ബ്ലെയിംഡ് ഫോർ ദ ബാൾനെസ്. പൊതുവേ ഇൻ ഡയബറ്റിക്സ് പൊതുവേ ടെസ്റ്റോസ്റ്ററോൺ എക്സസ് ആണ് ബാൾനെസ്സിന് കാരണം എന്ന് പറയപ്പെടുന്നുണ്ട്. ഓർമ്മ വേണം. പക്ഷേ ദാറ്റ് ഈസ് മെൻറ്റ് ഓൺലി ഫോർ ദ നോൺ ഡയബറ്റിക്സ്. ഡയബറ്റിക്സിൽ തലതിരിഞ്ഞു പോകുന്നു. ഇവിടെ ഒരു ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസിയാണ് കാരണം. അതിനാൽ തന്നെ ഡയബറ്റിക്സ് പലപ്പോഴും വേറെ മരുന്നുകൾ അവിടെ ലോക്കൽ ആപ്ലിക്കേഷൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും കാണാറില്ല. ഇനിയിപ്പോൾ മുടി നഷ്ടപ്പെടുന്നതിന് ഇത് മാത്രമാണോ കാരണം? അല്ല. ഡയബറ്റിക്സിൽ വേറെ പല പ്രശ്നങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ കാണാറുണ്ട്. അതിലൊന്നാണ് അനീമിയ. അനീമിയ സർവ്വസാധാരണമായിട്ട് ഡയബറ്റിക് ഫീമെയിൽസിൽ, സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. പുരുഷന്മാരിലും ഇപ്പോൾ ഈടായിട്ട് ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇതിൻ്റെ അളവ്, അനീമിയയുടെ തോത് കൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഇന്നൊറ്റ ദിവസത്തിനുള്ളിൽ തന്നെ 2-3 പേഷ്യൻസിൽ ഇതേപോലെ വളരെ ലോ ഹീമോഗ്ലോബിൻ കൗണ്ട് കാണുകയും അത് പെരിഫറൽ സ്മെയറിന് വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പുരുഷന്മാരിലും ഇതിപ്പോൾ ഒരു കൂടി വരുന്ന പ്രശ്നമായിട്ട് വേണം കരുതാൻ. അപ്പോൾ അനീമിയ മുടി കൊഴിച്ചിലിന് പലപ്പോഴും കാരണമാവും. രണ്ടാമത്തെ പ്രശ്നം, ഡയബറ്റിക്സിൽ മുടി കൊഴിച്ചിലിന് കാരണമാവുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ഓരോ ഇൻഫെക്ഷൻസ്, ഡാൻഡ്രഫ് പോലെയുള്ള ഓരോ ഇൻഫെക്ഷൻസ് സർവ്വസാധാരണമായിട്ട് ഡയബറ്റിക്സിൽ കാണാറുണ്ട്. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൈപ്പോതൈറോയിഡിസം അലോങ് വിത്ത് ഡയബറ്റീസ് ആൻഡ് PCOD പല സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. മുടി കൊഴിച്ചിലിന് കാരണമാവും. പൊതുവെ ഡയബറ്റിക്സിൽ രക്തചംക്രമണം, അതായത് ഏറ്റവും ചെറിയ രക്തക്കുഴലുകളിലൂടെയുള്ള സർക്കുലേഷൻ വളരെ പ്രശ്നത്തിലാവാറാണ് പതിവ്. ആണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഡയബറ്റീസ് ഇസ് എ മൈക്രോവാസ്കുലർ ഡിസീസ്, ഓൾസോ മാക്രോവാസ്കുലർ, ബട്ട് മോർ സോ മൈക്രോവാസ്കുലർ ഡിസീസ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈക്രോവാസ്കുലേച്ചർ, അതായത് ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളാണ് രോമകൂപങ്ങൾ. രോമകൂപങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയുകയോ അല്ലെങ്കിൽ നിലയ്ക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും അത് കഷണ്ടിക്ക്, മുടി കൊഴിച്ചിലിനും അതോടെ കഷണ്ടിക്കും കാരണമാവാറുണ്ട്. അപ്പോൾ ഡയബറ്റീസ് പെർ സേ, ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളൊരവസ്ഥ തന്നെ നിങ്ങളെ കഷണ്ടി ഉണ്ടാക്കാൻ, നിങ്ങളുടെ തലയിൽ മുടി കൊഴിച്ചിലുണ്ടാക്കാനും തലയിൽ നിന്ന് മുടി കൊഴിച്ചിലുണ്ടാക്കാനും നിങ്ങളുടെ മൊത്തം കഷണ്ടിയാക്കി മാറ്റാനും സാധ്യതയുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ എന്താണ് ഇതിനുള്ള ചികിത്സ? ഏറ്റവും പ്രധാനമായിട്ട് ഡയബറ്റീസ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഡയബറ്റീസ് നിയന്ത്രിക്കാണ്ട് വേറെ പല പ്രശ്നങ്ങളും, നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ചികിത്സിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പലപ്പോഴും അനീമിയ മാത്രമാണെന്ന് കരുതി അയേൺ ടാബ്ലറ്റ്സ് കഴിക്കുന്ന ഒരു രീതി ഞാൻ കാണാറുണ്ട്. പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാതെ നിങ്ങൾ അയേൺ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഓർമ്മയിരിക്കട്ടെ. അതേപോലെ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ വിലയിരുത്തി അതിനെ ഫലപ്രദമായിട്ട് ചികിത്സിച്ചാൽ മാത്രമേ തൈറോയ്ഡ് കാരണം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും ഈ കഷണ്ടി കയറുന്ന പ്രശ്നവും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ചികിത്സിച്ചാൽ വലിയൊരു പരിധിവരെ ഇത് ചിലവരില്ലെങ്കിലും ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് തടയാനെങ്കിലും നമ്മളെക്കൊണ്ട് സാധിക്കും. പക്ഷേ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യം. ഇത് വലിയൊരു പരിധിവരെ പാരമ്പര്യമായി കിട്ടുന്ന ഒന്നാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിൽ ചികിത്സിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് പാരമ്പര്യമായ കഷണ്ടിയൊന്നുമില്ല, നിങ്ങൾക്ക് പ്രമേഹം കാരണമാണ് ഇതുണ്ടായെങ്കിൽ വിലയിരുത്തലിലൂടെ അതിലെന്തൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി തിരിച്ചറിയുകയും അവയെ ചികിത്സിച്ച് ഫലപ്രദമായി നിങ്ങൾക്ക് വീണ്ടും മുടി വളരാൻ ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വ്യത്യസ്തമായ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് കൂടുതൽ വ്യക്തികളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് കഷണ്ടി. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രതികരണങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്തും ഞങ്ങളെ എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക.
ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.